എവറിബഡി വെൽക്കം ടു ഡോട്ട്സ് അക്കാഡമി. നമ്മൾ എഡിറ്റോറിയൽ സെഷൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനുവരി 2-ാം തീയതിയത്തെ 2 ജനുവരി ഒരു എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ് ഹിന്ദു ന്യൂസ് പേപ്പറിൽ. ആൻഡ് ഇത് എന്താണ് പറയുന്നത്, ഇതിൻ്റെ ടോപ്പിക് എന്താണ്? PSLV C58 ISROയുടെ PSLV C58 മിഷനെ കുറിച്ചാണ്. അതിൻ്റെ ഹെഡിങ് ഇതാണ്, സൈൻ ഓഫ് ദി ഫ്യൂച്ചർ എന്നുള്ളത്. അപ്പം ഈ ഒരു എഡിറ്റോറിയൽ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് വൊക്കാബുലറിയാണ്, പുതിയ വേർഡ്സ് എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മീനിങ്, അതേപോലെ തന്നെ ഇഡിയംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നുള്ളതും. രണ്ടാമത്തെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും കറണ്ട് അഫയേഴ്സ് ടോപ്പിക് ഉണ്ട് അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും ചോദ്യം വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതും. മൂന്നാമത്തെ കാര്യം, ഈ ഒരു ആർട്ടിക്കിൾ എങ്ങനെ നമുക്ക് എളുപ്പം കോംപ്രിഹെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ തോട്ട് പ്രോസസ്സ്, ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സെഷൻ നോക്കാം, വൊക്കാബുലറി. ഫസ്റ്റ് വൺ, സൈൻ ഓഫ് ദ ഫ്യൂച്ചർ. The PSLV C58 mission is a symbol of the demands being made of ISRO. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡിമാൻഡ്സ് ബീയിങ് മെയ്ഡ് ഓഫ് ISRO എന്ന് എഴുതിയിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് കറക്റ്റ്. ഡിമാൻഡ്സ് ബീയിങ് മെയ്ഡ് ഓഫ് ISROയിൽ നിന്നുള്ള ഡിമാൻഡ് ഇങ്ങനെയാണ്. ഓക്കെ, നൗ നെക്സ്റ്റ്, 2 missions. The Indian Space Research Organization ISRO has launched in the 5 months since its success with Chandrayaan 3 have both been scientific in nature. The Aditya L1 space probe to study the sun and the X-ray polarimeter satellite ExpoSat to study polarized X-rays emitted in astrophysical phenomenon. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് വേർഡ്സ് നോക്കി പോവാം. ആദ്യം പ്രോബ്, ആദിത്യ L1 സ്പേസ് പ്രോബ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റിഗേഷൻ എന്നാണ്, അന്വേഷണം, ഇൻവെസ്റ്റിഗേഷൻ. സോ ആദിത്യ L1ൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത്. എന്തിൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ്? വാട്ട് ഈസ് ബീങ് ഇൻവെസ്റ്റിഗേറ്റഡ്? സണ്ണിനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. So, astrophysical phenomenon. ISRO launched the ExpoSat in a 2-part mission on board a polar satellite launch vehicle PSLV on its C58 flight on January 1st. The relative timing of these launches may be a coincidence, but it is heartening because the ratio of scientific to technological missions ISRO has launched is skewed in favor of the latter. ഈസ് സ്ക്യൂഡ് ഇൻ ഫേവർ ഓഫ് ദി ലാറ്റർ എന്നാണ് പറയുന്നത്. ഇവിടെ സ്ക്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്യൂ എന്ന് പറഞ്ഞാൽ ഇത്തിരി ചരിവ് എന്നാണ് അർത്ഥം. ശരിക്കുള്ള വേർഡ് സ്ക്യൂ എന്ന് പറഞ്ഞാൽ ചരിവ് എന്നാണ്. അപ്പോൾ ഇവിടെ എന്തിലോട്ടുള്ള ചരിവാണ് അതിവിടെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ദ റേഷ്യോ ഓഫ് സയൻറ്റിഫിക് ടു ടെക്നോളജിക്കൽ മിഷൻസ് ISRO ഹാസ് ലോഞ്ച്ഡ് ഈസ് സ്ക്യൂഡ് ഇൻ ഫേവർ ഓഫ് ദി ലാറ്റർ. ലാറ്റർ എന്ന് പറയുന്നത് ഇതാണ്, അതായത് ടെക്നോളജിക്കൽ മിഷൻസ് ആണ് നമ്മൾ കൂടുതൽ ISROൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ISRO ലോഞ്ച് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ടും ടെക്നോളജിക്കൽ മിഷൻസ് ആണ്. സോ ദാറ്റ് ഈസ് സംതിങ് സ്ക്യൂഡ് ഇൻ ഫേവർ ഓഫ്. ഒരു ബയാസ്, ISROൻ്റെ ഒരു ബയാസ് ഉണ്ടെങ്കിൽ ആ ബയാസ് ടെക്നോളജിക്കൽ മിഷൻസിനാണ് കൂടുതൽ എന്നാണ് അർത്ഥം വരുന്നത്. സോ സ്ക്യൂ മീൻസ് ബേസിക്കലി ബയാസ് അല്ലെങ്കിൽ ഒരു ചരിവ് എന്നുള്ള അർത്ഥം. ആ ചരിവ് കൂടുതൽ എങ്ങോട്ടാണ്? ടെക്നോളജിക്കൽ മിഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ISRO കൊടുത്തിരിക്കുന്നത്. അറ്റ് ദി എക്സ്പെൻസ് ഓഫ് റിസർച്ച് ഇൻ ദി sense of discovery. Those science-oriented missions have all been exceptional in their own right. For example, ExpoSat is only the second space-based experiment to study X-ray polarization and at higher X-ray energies than the other, NASA's Imaging X-ray Polarimetry Explorer. Its Polix payload, realized by the Raman Research Institute, will track X-rays in the 830 kilo electron volt keV energy range and observe emissions from around 50 sources in 5 years. The Expect payload by ISRO's UR Rao Satellite Center will study X-rays of energy 0.8 to 15 keV and changes in continuous X-ray emissions. Together, they are expected to shed light on intense X-ray sources such as pulsars and black holes. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, they are expected to shed light on. To shed light എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? To throw light on. To throw light on means, അല്ലെങ്കിൽ എന്താണ് പൾസർ? ഇൻറ്റൻസ് എക്സ്റേ സോഴ്സായ പൾസർ, അതേപോലെ തന്നെ ബ്ലാക്ക് ഹോൾസ്, ഇതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള നമ്മുടെ മിസ്റ്ററി, ആ മിസ്റ്ററി അങ്ങ്
ആ മിസ്റ്ററി ഒന്ന് തുറന്ന് കാണിക്കാൻ, എന്താണ് അതിനകത്തുള്ളതെന്ന് കാണിക്കാൻ. അതാണ് ടു ഷെഡ് ലൈറ്റ് ഓൺ ടു ത്രോ ലൈറ്റ് ഓൺ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക, എന്താണ് സംഭവം. ഇതൊക്കെയാണ് ഈ പറയുന്ന മിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അഥവാ ഈ പേലോഡ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് നോക്കാം. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ദെൻ അഗെയിൻ ദ സയൻസ് ടെക്നോളജി സ്ക്യൂ നമ്മൾ നേരത്തെ കണ്ടു, ഒരു ചരിവ് എന്നുള്ള അർത്ഥത്തിലാണ്, അഥവാ ബയാസ് എന്നുള്ള അർത്ഥത്തിലാണ്, എന്തെങ്കിലും തരത്തിലൊരു പാർഷ്യാലിറ്റി എന്നുള്ള അർത്ഥത്തിലാണ്. ഈസ് എ റിമൈൻഡർ ദാറ്റ് ISRO എമംഗ് ദ വേൾഡ്സ് സ്പേസ് ഫെയറിംഗ് ഓർഗനൈസേഷൻസ് ആസ് എ യുണീക്ക് നീഡ്സ് ആൻഡ് പ്രയോറിറ്റീസ്. സോ സ്പേസ് ഫെയറിംഗ് ഓർഗനൈസേഷൻ, സ്പേസ് ഫെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിലേക്ക് യാത്ര ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ സ്പേസ് ഫെയറിംഗ് എന്ന് പറയുന്നത്. സ്പേസ് ഫെയറിംഗ് മാത്രമല്ല, നമ്മൾ സീ ഫെയറിംഗ് എന്ന് പറയാറുണ്ട്. കടലിലേക്ക് പോകുന്നത്, ആ ആക്ടിവിറ്റിയെ, അല്ലെങ്കിൽ നമ്മൾ കടൽ മാർഗം നമ്മൾ യാത്ര ചെയ്യുന്നതിന് നമ്മൾ സീ ഫെയറിംഗ് എന്ന് പറയും. സോ സ്പേസ് ഫെയറിംഗ് എന്ന് പറയുന്നത് സ്പേസിലൂടെ യാത്ര ചെയ്യുന്നതിനെ നമ്മൾ സ്പേസ് ഫെയറിംഗ് എന്ന് പറയും. ഇപ്പോൾ ISROയുടെ മിഷൻ തന്നെ അതാണ്, ഒരു സ്പേസ് ഫെയറിംഗ് ഓർഗനൈസേഷനാണ്. അതുപോലെയുള്ള ലോഞ്ച് ചെയ്യുക, അതുപോലെയുള്ള മിഷൻസ് ലോഞ്ച് ചെയ്യുക. സോ ബേസിക്കലി ട്രാവലിംഗ് ആണ്, ആക്ടിവിറ്റി ഇൻ സ്പേസ് ആണ്, അതാണ് സ്പേസ് ഫെയറിംഗ് ഓർഗനൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഹാസ് യുണീക്ക് നീഡ്സ് ആൻഡ് പ്രയോറിറ്റീസ്. ദിസ് ഈസ് എക്സംപ്ലിഫൈഡ് ബൈ ദി സെക്കൻഡ് പാർട്ട് ഓഫ് ദി C-58 മിഷൻ. ഇവിടെ എക്സംപ്ലിഫൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാംപ്ലിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ് ആൻ എക്സാമ്പിൾ എന്നുള്ള അർത്ഥത്തിൽ. എക്സാംപ്ലിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ആൻ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുവാണ്. അതെന്താണ്? സെക്കൻഡ് പാർട്ട് ഓഫ് C-58 മിഷനിൽ കുറച്ച് കാര്യങ്ങൾ എക്സാമ്പിൾ കാണിച്ചിരിക്കുവാണ്. ആഫ്റ്റർ ലോഞ്ചിങ് എക്സ്പോസാറ്റ് ഇൻ 650 കിലോമീറ്റർ സർക്കുലർ ഓർബിറ്റ് around the Earth, the fourth stage of the rocket lowered itself into a 350 kilometer high orbit and unfurled solar panels. Unfurl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് കാണിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് നമ്മൾ റോൾ ചെയ്തിരിക്കുന്ന ഒരു സാധനം, ഇപ്പം ഫോർ എക്സാമ്പിൾ ഫ്ലാഗ് ആണ്. അപ്പോൾ ഒരു ഫ്ലാഗിനെ നമ്മൾ റോൾ ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെ അൺഫേൾ ചെയ്യുന്നതാണ് നമ്മൾ ഈ ഫ്ലാഗ് ഓപ്പൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ അൺഫേൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഈ സോളാർ പാനൽസും അങ്ങനെ തന്നെയാണ്. സോളാർ പാനൽസ് നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാനൽ തുറന്ന് വരുവാണ് ചെയ്യുന്നത്. അവിടെ തുറന്ന് വന്ന് അതവിടെ തുറക്കപ്പെടുകയാണ്. സോ അൺഫേൾ എന്ന് പറയുന്നത് ബേസിക്കലി ഓപ്പൺ എന്നുള്ള അർത്ഥത്തിലാണ്. ക്ലോസ്ഡ് പൊസിഷനിൽ നിന്നും ഓപ്പൺ ആവുക എന്നുള്ള അർത്ഥത്തിലാണ് അൺഫേൾ എന്ന് പറയുന്നത്. സോ അൺഫേൾഡ് സോളാർ പാനൽസ് ബിക്കമിങ് എ റൂഡിമെൻ്ററി സാറ്റലൈറ്റ്. റൂഡിമെൻ്ററി എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളത്, ഡീറ്റെയിൽസ് ഒന്നുമില്ല, വളരെ ബേസിക് എന്നുള്ള അർത്ഥത്തിലാണ് റൂഡിമെൻ്ററി എന്ന് പറയുന്നത്. സോ റൂഡിമെൻ്ററി സാറ്റലൈറ്റ് ആൻഡ് ഓർബിറ്റൽ ടെസ്റ്റ് ബെഡ് ഫോർ ദി 10 പേലോഡ്സ് ഇറ്റ് ക്യാരീഡ്. These are a radio payload by the KJ Somaiya Institute of Technology and a device to measure ultraviolet radiation from LBS Institute of Technology for Women, a green CubeSat propulsion unit. So CubeSat എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ സാറ്റലൈറ്റിനെയാണ് നമ്മൾ ഒരു ക്യൂബ്സാറ്റ് എന്ന് പറയുന്നത്. മിനി സാറ്റലൈറ്റ് ആണ്. CubeSat propulsion unit. Then a green monopropellant, mono means single, monopropellant thruster. Thrust എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഫോഴ്സ് എന്നാണ് അർത്ഥം. ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എന്നാണ് അർത്ഥം. സോ ഭയങ്കര ഫോഴ്സിൽ നമ്മൾ പുഷ് ചെയ്യുമ്പോഴാണ് അതിനെ ത്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ത്രസ്റ്റർ ഇസ് അത് ആ ഒരു പുഷ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ത്രസ്റ്റർ ഉദ്ദേശിക്കുന്നത്. എ ടാൻറ്റലം ബേസ്ഡ് റേഡിയേഷൻ ഷീൽഡ്. സോ ടാൻറ്റലം എലിമെൻറ്റ് ബേസ്ഡ് റേഡിയേഷൻ ഷീൽഡ്. എ ഹീറ്റർലെസ് ഹോളോ കാത്തോഡ്. ഹോളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്യാവിറ്റി ഉള്ളത്, അകത്ത് ഒഴിഞ്ഞു കിടക്കുന്നതാണ് നമ്മൾ ഹോളോ എന്ന് പറയുന്നത്. അകത്തൊരു ഹോൾ ഉള്ളത്. സോ ദാറ്റ് ഈസ് എ ഹോളോ കാത്തോഡ് ആൻഡ് എ നാനോ സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോം, ഓൾ ഫ്രം പ്രൈവറ്റ് എൻറ്റിറ്റീസ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷൻ എന്നുള്ള അർത്ഥത്തിൽ, ഏജൻസി എന്നുള്ള അർത്ഥത്തിലാണ് എൻറ്റിറ്റീസ് വരുന്നത്. ആൻഡ് ആൻ ഇൻ്റർ പ്ലാനറ്ററി ഡസ്റ്റ് കൗണ്ടർ, എ ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം ആൻഡ് എ ഹൈ എനർജി സെൽ ഫ്രം ISRO centers. This is only the third time ISRO has operated the PSLV fourth stage in this way. As such, the C-58 mission represents a union of the aspirations of professional scientists, aspiring students of science, and India's private space flight sector. This again is a vignette of the demands of ISRO itself. വിനിയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിനിയറ്റ് എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള അർത്ഥത്തിൽ. ISRO റെപ്രസെൻ്റ് ചെയ്യുന്നത്
ഇതൊക്കെയാണ്. അതായത് ഇത്രയും കാര്യങ്ങൾ ISRO റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സയൻറ്റിസ്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, ആസ്പയറിംഗ് സ്റ്റുഡൻസ് എല്ലാം അതേപോലെ ഇന്ത്യൻ പ്രൈവറ്റ് സ്പേസ് ഫ്ലൈറ്റ് സെക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ വിനിയറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എ പോർട്രയൽ അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. ISRO ഇതൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഓഫ് ദി ഡിമാൻഡ്സ് ഓഫ് ISRO ഈ ഡിമാൻഡ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. ഇത്രയും ആൾക്കാർക്ക് ഇതിൻ്റെ ആസ്പിറേഷൻസ് ISROയിലാണ്. ഇറ്റ്സെൽഫ് ആസ് ഇറ്റ് നാവിഗേറ്റ്സ് ആൻ ഈറ. നാവിഗേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നാവിഗേറ്റ്സ് ആൻ ഈറ ഇൻ വിച്ച് എ പെർമനൻറ്റ് ലൂണാർ സ്റ്റേഷൻ സീംസ് ഇൻഎവിറ്റബിൾ. നാവിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നാവിഗേറ്റ് എന്ന് പറയുന്നത് ലീഡ് ചെയ്യുക, ഒരു ഡയറക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നാവിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ലീഡ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലേക്ക്, ഒരു റൈറ്റ് ഡയറക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നാവിഗേറ്റ് എന്ന് പറയുന്നത്. സോ ഏത് ഡയറക്ഷൻ? അൻ ഈറ ഇൻ വിച്ച് എ പെർമനൻറ്റ് ലൂണാർ സ്റ്റേഷൻ സീംസ് ഇൻഎവിറ്റബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. ഇൻഎവിറ്റബിൾ മീൻസ് സംതിങ് ദാറ്റ് കനോട്ട് ബി അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് ഇൻഎവിറ്റബിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു വേർഡാണ്. ദാറ്റ് കനോട്ട് ബി അവോയ്ഡഡ്. സോ ഇൻഎവിറ്റബിൾ. ഡ്രോയിങ് ആസ് മച്ച് ഓൺ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ് ആസ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് മിഷൻസ്. ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടു ഗെറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഡ്രോ ചെയ്യുക, വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് കിട്ടുക എന്നുള്ള അർത്ഥത്തിൽ. എന്തിൽ നിന്നാണ് ഡ്രോ ചെയ്യുന്നത്? ISROൻ്റെ ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസും അതേപോലെ തന്നെ ISROയുടെ സയൻറ്റിഫിക് മിഷനിൽ നിന്നുമാണ് ഈ പറയുന്ന ഒരു ഡിമാൻഡ്സ് ഡ്രോ ചെയ്യുന്നതും ഈ പറയുന്ന ഒരു ലൂണാർ സ്റ്റേഷൻ വേണം എന്നുള്ളൊരു ഡിമാൻഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും. ഹ്യൂമൻ കൈൻഡ്സ് നോളജ് ഓഫ് ദി യൂണിവേഴ്സ്. സോ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും വേർഡ്സാണ് നമുക്ക് വൊക്കാബുലറിയുടെ പാർട്ടിൽ നിന്ന് വരുന്നത്. വേർഡ്സ് ഒന്നും കൂടി നോക്കാം, എന്തൊക്കെയാണ് വരുന്നത്? പ്രോബ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോബ്, അതേപോലെ തന്നെ സ്ക്യൂഡ് പറഞ്ഞു. പ്രോബ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ. സ്ക്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരിവ്, ബയാസ് എന്നുള്ള അർത്ഥത്തിൽ. ടു ഷെഡ് ലൈറ്റ് മീൻസ് ടു ത്രോ ലൈറ്റ് ഓൺ. പൾസർ ആൻഡ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ടേംസ് ആണ്. ആൻഡ് ദെൻ കംസ് സ്ക്യൂ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്പേസ് ഫെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ആക്ടിവിറ്റി ഇൻ ദ സ്പേസിലുള്ള ആക്ടിവിറ്റിയാണ് സ്പേസ് ഫെയറിംഗ്. എക്സംപ്ലിഫൈഡ് മീൻസ് ആസ് എൻ എക്സാമ്പിൾ എന്നുള്ള അർത്ഥത്തിൽ. അതേപോലെ തന്നെ അൺഫേൾ എന്ന് പറഞ്ഞാൽ തുറക്കുക എന്നുള്ള അർത്ഥത്തിൽ. റൂഡിമെൻ്ററി മീൻസ് ബേസിക്. ക്യൂബ്സാറ്റ് മിനി സാറ്റലൈറ്റ് ആണ്. ത്രസ്റ്റർ മീൻസ് ടു പുഷ് ചെയ്യാം, ടാൻറ്റലം എലിമെൻ്റ് ആണ്. ഹോളോ എന്ന് പറയുന്നത് ഹോൾ ഉള്ള, ക്യാവിറ്റി ഉള്ള ട്യൂബ് എന്നുള്ള അർത്ഥത്തിൽ, ക്യാവിറ്റി എന്നുള്ള അർത്ഥത്തിൽ. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ആണ്, ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻ ഓർ ഏജൻസി. വിനിയറ്റ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ അഥവാ പോർട്രയൽ എന്ന് പറയാം നമുക്ക്. നാവിഗേറ്റ് എന്ന് പറയുന്നത് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നത് നാവിഗേറ്റ് എന്ന് പറയും. ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. ടു ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയും വേർഡ്സാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയൽ സെക്ഷനിൽ നിന്ന് നമ്മൾ ഇന്ന് കണ്ടത്. സെക്കൻഡ് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഒന്നെന്ന് പറയുന്നത് ISROൻ്റെ മിഷനാണ്, അതായത് PSLV C58 എന്ന് പറയുന്ന മിഷൻ. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസൊന്നും ഇല്ല, പക്ഷേ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്താണെന്നുള്ളൊരു ധാരണ നമുക്ക് മനസ്സിലായി. അതായത് ISROയുടെ PSLV C58 മിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷനാണ് എന്നുള്ളതും. എന്ന് മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സയൻറ്റിഫിക് ഇൻ നേച്ചർ ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെയൊക്കെ ടെക്നോളജിക്കലായിട്ടുള്ള മിഷൻസ് ആയിരുന്നു കൂടുതൽ ISRO ചെയ്തുകൊണ്ടിരുന്നത്. ഇത് സയൻറ്റിഫിക് ആണ് ഇൻ നേച്ചർ എന്ന് പറയുന്നത്. അതിൽ 2 സയൻറ്റിഫിക് ആണെന്ന് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആദ്യത്തെ L1 സ്പേസ് പ്രോബാണ്. രണ്ടാമത്തത് എക്സ്റേ പൊളരിമീറ്റർ സാറ്റലൈറ്റ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ടു സ്റ്റഡി പോളറൈസ്ഡ് എക്സ്റേസ്. അപ്പോൾ അതും ചോദിക്കാം, പോളറൈസ്ഡ് എക്സ്റേസ് എന്നുള്ളതും. അപ്പം ഈ പറയുന്ന എക്സ്പോസാറ്റ് നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണിത്. എക്സ്പോസാറ്റ് എത്ര പാർട്ട് മിഷനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 2 പാർട്ട് മിഷനാണ്. അതേപോലെ തന്നെ ലോഞ്ച് വെഹിക്കിൾ ചോദിക്കാം, ഫ്ലൈറ്റ് ചോദിക്കാം. ഇതെല്ലാം സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ടെക്നോളജിക്കൽ മിഷൻസിൻ്റെ കാര്യങ്ങളാണ്. ടെക്നോളജിക്കൽ മിഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ISRO കൊടുത്തു വരുന്നത്, കാണുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എന്നാൽ സയൻസ് മിഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സയൻസ് മിഷൻസ് ഒക്കെ ചെയ്തതും വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള സയൻസ് മിഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ, അതായത് ഈ ഒരു സെൻറ്റൻസിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തിട്ട് പറയുവാണ്.
എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്പേസ് എക്സ്പെരിമെൻറ്റ് സ്റ്റഡി എക്സ്റേ പോളറൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് സ്പേസ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ആരുടെയായിരുന്നു? നാസയുടേതായിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് നമ്മൾ വായിച്ചു പോകണം. അതേപോലെ തന്നെ അതിൻ്റെ ഒരു പേലോഡിൻ്റെ പേരും കൂടി പറഞ്ഞിട്ടുണ്ട്, പോളിക്സ് പേലോഡും. അതിൻ്റെ ഡീറ്റെയിൽസ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, എന്താണ് അതിൻ്റെ മെയിൻ ജോബ് ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ എക്സ്പെക്റ്റ് എന്ന് പറയുന്ന പേലോഡും എവിടെ നിന്നാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതായത് C58 മിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതേപോലെ തന്നെ എക്സ്റേ പോളറിമീറ്റർ സാറ്റലൈറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് C58ൻ്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ചാണ്. അപ്പോൾ അവിടെ ഈ എക്സ്പോസാറ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ വേറൊരു ഓർബിറ്റിൽ സോളാർ പാനൽസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ 10 പേലോഡ്സ് ആണ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഓരോ പേലോഡിൻ്റെ ഡീറ്റെയിൽസും എല്ലാ പേലോഡിൻ്റെ ഇല്ലെങ്കിലും ഒരുവിധം പേലോഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വന്നത്, സോമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതേപോലത്തെ LBSൻ്റെതും ഓരോന്നിൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ മെൻഷൻ ചെയ്തു പോയിട്ടുണ്ട്. പ്രൈവറ്റ് എൻറ്റിറ്റീസ് എന്നാണെന്നുള്ളതും, അതേപോലെ ഡസ്റ്റ് കൗണ്ടർ, ഫ്യൂവൽ സെൽ പവർ സിസ്റ്റം, ഹൈ എനർജി സെൽ ഫ്രം ISRO സെൻറ്റർ. സോ എവറിഥിങ് ഹാസ് ബീൻ മെൻഷൻ ഹിയർ. അപ്പോൾ ഈ 10 പേലോഡ്സിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ തേർഡ് ടൈമാണ് ISRO PSLV 4th സ്റ്റേജ് ഇങ്ങനെ ഈ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്നും കൂടി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് C58 മിഷൻസ് എന്താണ് ആസ്പിറേഷൻസ് എന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഈ പിന്നെ കറണ്ട് അഫയേഴ്സ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ പറയുന്ന ലാസ്റ്റ് കൺക്ലൂഷൻ ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. സോ കറണ്ട് അഫയേഴ്സിൽ ഇതിനകത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് C58 എന്ന് പറയുന്ന മിഷൻ്റെ സിഗ്നിഫിക്കൻസ് തന്നെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു എസ്സേ അഥവാ ഈ ഒരു ആർട്ടിക്കിൾ എങ്ങനെ എഴുതി എന്നുള്ളതാണ്. എത്ര ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ആകെ 2 പാരഗ്രാഫേ ഉള്ളൂ. പക്ഷേ ഈ 2 പാരഗ്രാഫിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുമില്ല. അത് എസ്സേയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പലപ്പോഴും എസ്സേയിൽ നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാലാണ് കറക്റ്റ് ആവുന്നതെന്നൊരു അല്ലെങ്കിൽ ഒരു നല്ല എസ്സേ ആവുന്നതെന്ന് നമുക്കൊരു തോന്നലുണ്ട്. അങ്ങനെയല്ല. ഒരു എസ്സേ ആയാലും ഒരു കോംപ്രിഹെൻഷൻ ആയാലും നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് മാത്രമേ നമ്മൾ കൺവേ ചെയ്യുള്ളൂ. അതിൽ എക്സ്ട്രാ പോയിൻറ്റ്സ് ഒന്നും നമ്മൾ കൺവേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ടോപ്പിക് എന്താണോ ഈ ടോപ്പിക്കിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. സയൻസ് സ്റ്റുഡൻസിനെ ഇൻസ്പയർ ചെയ്യണം, സയൻറ്റിസ്റ്റിനെ ഇൻസ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു മിഷനും കൂടി ISROയിലുണ്ട്. അപ്പോൾ ആ മിഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടായതെന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ഒരു പോർഷനിൽ ആസ് സച്ച് C58 മിഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത്. പിന്നെ അതുമാത്രമല്ല ISROൻ്റെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ചില യുണീക്ക് നീഡ്സും പ്രയോറിറ്റീസും ഉണ്ട്. കാരണം ISRO ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പെർമനൻറ്റ് ലൂണർ സ്റ്റേഷനാണ്. അതാണ് ISROൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതിന് നമുക്ക് 2 കാര്യങ്ങളും ആവശ്യമാണ്. ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസും വേണം. ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ ജനറേഷനും വേണം. അതേപോലെ തന്നെ നമുക്ക് സയൻറ്റിഫിക് മിഷൻസും രണ്ടും ടെക്നോളജിക്കൽ കേപ്പബിലിറ്റീസിനെയും സയൻറ്റിഫിക് മിഷൻസിനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു പെർമനൻറ്റ് ലൂണർ സ്റ്റേഷൻ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് വളരെ കുറച്ച് വേർഡ്സിലാണ് ഇതിനെ എഡിറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതാണ് ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നതൊന്നും ഒരു ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കോംപ്രിഹെൻഷനെ ബേസ് ചെയ്തിട്ട് ഒരു 2-3 ചോദ്യങ്ങൾ വരുമ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇന്ന കാര്യങ്ങളാണെന്നുള്ളത്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് വായിച്ചെടുക്കണം എന്നുള്ളതാണ്. റീഡിംഗ് എന്ന് പറയുന്നത് അതൊരു ഹാബിറ്റാണ്. അത് വളർത്തിയെടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് വായിക്കാനും അത് കോംപ്രിഹെൻഡ് ചെയ്യാനും പറ്റുന്നത്. ഇനി അടുത്ത ഒരു എഡിറ്റോറിയൽ സെഷനുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഒരൊറ്റ പ്രിപ്പറേഷനോട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്